ഞാൻ ഗ്ലാമർ അല്ലേടി? പറയടി, പറയാൻ. നിനക്കെന്താടി ഇപ്പൊ ഇങ്ങനൊരു തോന്നൽ? അല്ല, എവിടെ പോയാലും നിന്നെ നോക്കി സൈറ്റ് അടിക്കാനും ഐ ലവ് യു പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നെ മാത്രം ആരും നോക്കുന്നില്ല, അതാ. ആരാ? എന്താ? ജെനി. ജസ്റ്റ് എ മിനിറ്റ്. ഡേ, നിന്നെ കാണാൻ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ ആരാ വരാനുള്ളത്? നിന്നെ കാണാൻ വേണ്ടിട്ടായിരിക്കും. അല്ലടി, നിന്നെ കാണാൻ തന്നെയാ. എന്നോട് ജെനിയാണോന്ന് ചോദിച്ചു. നിന്നെ കറക്കാൻ എന്നെ ഹംസാക്കാൻ വേണ്ടിട്ടായിരിക്കും. ഏയ്, അങ്ങനെ തോന്നണില്ല. കണ്ടിട്ടൊരു സുന്ദരൻ ലുക്കുണ്ട്. ഒന്ന് പോയി കാണടി. എന്തായാലും ആ സുന്ദരൻ അവിടെ നിക്കട്ടെ. ഞാൻ ഈ യോഗ കഴിഞ്ഞല്ല. ഒന്ന് ചെല്ലടി, അയാൾ പുറത്ത് നിക്കുവാ. അയാളല്ലേ പുറത്ത് നിൽക്കുന്നേ? അതിന് നീ എന്തിനാ ഇങ്ങനെ അവിടെ ചാടുന്നേ? നിനക്ക് അഹങ്കാരോടി. അഹങ്കാരമല്ല മോളെ, ഒരു തരം വേദന. ഈ കവിതകൾ എഴുതുന്ന ജെനി? അതെ. എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ഒരു മിനിറ്റ്. എനിക്കിപ്പോ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ഉറക്കം കളഞ്ഞ ആളാണ് താൻ. ഞാനോ? ഇയാളും ഇയാളുടെ കവിതയും എത്ര ഭംഗിയുള്ള വാക്കുകളാണ്. വാട്ട് എ ഫിലോസഫി. സോറി, എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ കുറിച്ചിട്ടുന്നേ ഉള്ളൂ. മീരയാ മാഗസിനിൽ അയച്ചു കൊടുത്തത്. ഓഹോ. ഇതാദ്യമായിട്ടാ പുറത്തുനിന്ന് ഒരാൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. താങ്ക്സ്. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. വേണമെങ്കിൽ ഞാൻ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാ ഒന്ന് കാണുന്നേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് എനിക്ക് തോന്നുന്നത് അത് വെറും കവിതാ പ്രേമം മാത്രമല്ല, നിന്നോട് എന്തോ ഉണ്ട്. പോടെ. എത്ര പെട്ടെന്നാണ് എന്റെ മനസ്സിൽ മാധവൻ ഇടം നേടിയത് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ സ്നേഹിക്കാൻ കൊതിച്ചു നടന്ന എന്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തിയ ഒരാളാകാം മാധവൻ.
മീര 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 നീ ഇതെവിടെയാ മീര 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 എന്താ ഇത് നീ എന്താ കാണിച്ചു വെച്ചേക്കുന്നേ മീര മീര നിനക്ക് എന്താ പറ്റിയേ എന്തിനാ നീ കരയുന്നേ പറ മോളെ നിനക്ക് എന്താ പറ്റിയേ മോളെ ഞാനൊരു നല്ല സുഹൃത്തല്ല. ഐ ആം സെൽഫിഷ്. എന്നോട് ക്ഷമിക്ക് പ്ലീസ്. നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ കിടന്ന് കരയുന്നേ ജെനി, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ചില സമയങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല മോളെ, നിനക്കൊന്നുമില്ല. വാ, നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? എന്റെ സങ്കടങ്ങളെ സന്തോഷാക്കി മാറ്റാറുള്ള സ്ഥലം ഇത്. നീയും വാ. നീ വന്നേ. എവിടെ? വാ. നിന്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഇവിടെ സത്യസന്ധമായി തുറന്നു പറയാം. മുട്ടുകൂത്ത്. പറയൂ മോളെ, കർത്താവിന് നിരക്കാത്ത എന്ത് പാപമാണ് മോള് ചെയ്തത്? ഇത് കർത്താവിന്റെ തിരുസന്നിധിയാണ്. ഇവിടെ സത്യം മാത്രമേ പറയാവൂ. ജെന്നി, നിന്നെ കൂടാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല.
നിന്റെ ജീവിതത്തിലേക്ക് മാധവൻ കടന്നു വന്നപ്പോ നിന്നേക്കാൾ ഉപരി സന്തോഷിച്ചവളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിന്റെ സ്നേഹം അതെനിക്ക് മാത്രം മതി. അത് മറ്റൊരാളായി പങ്കുവയ്ക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി എന്ത് കടുങ്കൈ ഞാൻ ചെയ്തു പോവും.